സാർ നമസ്കാരം. ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത വയനാട്ടിലെ വിഷയമാണ്. ആദ്യം അവിടെ മരണപ്പെട്ട ആൾക്കാർക്ക് ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഉചിതം. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഹമാസിന്റെ ഡിപ്ലോമാറ്റിക് ഫേസ് ആയിട്ടുള്ള ഇസ്മയിൽ ഹനിയെ ആഹ്, ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വധിച്ചത് ഇറാനിൽ കയറിയാണ്. ഇതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട്, ഇന്റർനാഷണൽ റിപ്പോർട്ടായിട്ട് ഇന്ന് പല മാധ്യമങ്ങളും വരുന്നത്. സാറിന് എന്താ തോന്നുന്നത്? ഈ ഡിപ്ലോമാറ്റിക് ഫേസ് ആയിട്ടുള്ള ഇവരെ ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോ അത്ര നല്ല ടൈപ്പിലൊന്നുമില്ല. ഇറാനിനകത്ത് കയറി ഇസ്രായേലിന് ഇയാളെ വധിക്കണമെങ്കിൽ ഇറാന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു സംഘടനാ സെറ്റപ്പ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ മൊസാദിന്റെ, അതൊക്കെ വളരെ പവർഫുൾ ആയിരിക്കണമല്ലോ. പോരാത്തത് ഇതിന്റെ തലവൻ, ഹമാസിന്റെ ഏറ്റവും വലിയ തലവൻ ആ, ഖത്തറിലിരിക്കുകയാണ്. അയാൾ ഉടനെ കൊല്ലപ്പെടും എന്ന് പറയും. അതാണ് ഐ മീൻ ഇപ്പോൾ ഹനിയെ കൊന്നത് ഇസ്രയേല് ഇന്റലിജൻസ് റിപ്പോർട്ട് വെച്ചിട്ടാണ്. ഇതിൽ നമ്മൾ പറഞ്ഞാൽ മൊസാഡ് ആയാലും ഷിൻബേറ്റ് ആയാലും, മൊസാഡാണ് സ്പെഷ്യലി എക്സ്റ്റേണൽ ഏജൻസി മൊസാഡാണ്. ഷിൻബേറ്റ് എന്ന് ഉം, പറഞ്ഞാൽ ഒരു ഇന്റേണൽ ഏജൻസിയാണ്. നമ്മുടെ റോ മാതിരിയാണ് മൊസാഡ്. ഇൻഫാക്ട് ഉം, റോനെ മോഡൽ ചെയ്തിരിക്കണ തന്നെ മൊസാഡിന്റെ സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ്. ഉം, ടാർഗറ്റഡ് അസാസിനേഷൻ ഇവർ ആദ്യമായിട്ടല്ല. ധനുഷിന് ഓർമ്മയുണ്ടാവും, പണ്ട് ഉം, മ്യൂണിക് ഒളിമ്പിക്സിൽ ഒരു 11 ഇസ്രേലി ഉം, അത്ലീറ്റ്സിനെ ഈ പാലസ്റ്റൈൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, നമ്മുടെ യാസിർ അറാഫാത്തിന്റെ ഉം, ഓർഗനൈസേഷൻ തട്ടിക്കൊണ്ടുപോയി അവരെ കൊന്നു അവിടെ തന്നെ വെച്ചിട്ട്. പിന്നെ അവരവിടുന്ന് രക്ഷപ്പെട്ടു. ഒരു പ്ലെയിൻ എടുത്ത് അവര് ഉം, ഒരു ഡിമാൻഡൊക്കെ നടത്തി അവരവിടുന്ന് രക്ഷപ്പെട്ടു. ഉം, എന്നിട്ടും 34 കൊല്ലം കഴിഞ്ഞിട്ട് അവസാനത്തെ ആളെ ഉം, ഒരു ബ്രസീലിന്റെ ഉള്ളിൽ അമസോൺ റെയിൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ, അവൻ അവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ പോയി ഉം, തട്ടിയവർ ഇസ്രായേൽ. ഉം, അപ്പൊ ഉം, ഇസ്രയേലിന്റെ കയ്യ് ശരിക്കൊരു വലിയ, ഹിന്ദിയിൽ പറയും ഹാത്ത് ബോത്ത് ലംബേ ഹോത്തെ, കാനൂൻ കെ ഹാത്ത്. ഉം, നമ്മള് ഉം, ന്യായം എന്നുള്ളത് നമ്മുടെ സിറ്റിസൺസിനെ ആരെങ്കിലും നമ്മൾ തട്ടി കഴിഞ്ഞാലോ, നമ്മുടെ സിറ്റിസൺസിനെ കൊന്നു കഴിഞ്ഞാലോ, നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിനെ ആരെങ്കിലും അവർ ടാർഗറ്റ് ഉം, ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് തിരിച്ചടിക്കാൻ ഒരു പൊളിറ്റിക്കൽ വില്ല് വേണ്ടവർ. അത് ഉം, കണ്ടിട്ടുണ്ട് ഇസ്രയേലില്. ഇവിടത്തെ മാതിരിയല്ല. രാഹുൽ ഗാന്ധി ചോദിക്കും മോദി ചെയ്താൽ പറയും ഇതെന്തിനാ ചെയ്തത്, ഇത് ശരിയാണോ, ഉം, ഈ പറഞ്ഞ മാതിരി ഉം, ഇത് ഒരു പൊളിറ്റിക്കൽ ഇതല്ലേ, മോദിനെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പുൽവാമ നടത്തി, ഇതൊക്കെ വെറുതെ ഇവിടെ. പക്ഷെ ഇസ്രയേലിൽ ഉം, ഒരു വാക്ക് നിങ്ങൾ കേൾക്കില്ല അതിനെ പറ്റിയിട്ട്. ഒരാളും മിണ്ടില്ല, ഉം, ഒരാളും ഇന്ന് പ്രശ്നത്തിന് ചോദിക്കുന്നില്ല. ഇതാണ് അവര് ഉം, മേൽ. ഇപ്പൊ ഈ ഹമാസ് ഇസ്മായിൽ ഹനിയെ കൊന്നത് തന്നെ തെഹ്റാനിൽ ഉം, വെച്ചിട്ടാണ്. അപ്പൊ ആലോചിച്ചോക്കത്തെ ഉം, അദ്ദേഹം മോസ്റ്റ്ലി ഖത്തറിൽ അല്ലെങ്കിൽ തുർക്കിയിലേക്ക് പോവാറ്. ഇറാനിലും ഉം, ഒരു വീടുണ്ട്. അവിടെ ഇറാൻകാർ കൊടുത്തൊരു സേഫ് ഹൗസ് എന്ന് പറയുന്നത് അതാണ്. ഉം, പക്ഷെ ഉം, അവിടുത്തെ രാഷ്ട്രപതിയുടെ ഒരു സ്വയറിംഗ് ഇൻ സെറമണി വന്നാണ് മസൂദ് പസക്കിയാൻ അങ്ങനെ ഇപ്പോഴത്തെ പുതിയ ഇറാന്റെ പ്രസിഡന്റ് സ്വയറിംഗ് ഇൻ സെറമണിക്ക് വന്നതാണ് ആൾ, സത്യപ്രതിജ്ഞ. ഉം, അപ്പൊ ഉം, വന്ന സമയത്ത് ഇസ്രായേലിന് നാച്ചുറലി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇയാള് അവിടെ എത്തിയിട്ടുണ്ട്, ഇയാൾ അവിടെ ഉണ്ട്, ഇന്ന വീട്ടിലാണ് ഉം, താമസിക്കുന്നത് പറഞ്ഞ് ഉം, കറക്റ്റ് ആയിട്ട് എയർ സ്ട്രൈക്ക് അടിച്ചു. അതില് ഈ പറഞ്ഞ മാതിരി ഈ ഇസ്മായിൽ ഹനിയും പിന്നെ അങ്ങേര് ബോഡി ഗാർഡും കൊല്ലപ്പെട്ടു. ഇത് ഉം, അപ്പൊ നമ്മൾ കാണുമ്പോൾ എന്താണ് ഇസ്രായേലിന്റെ ഒരു പോളിസി, സ്റ്റേറ്റ് പോളിസി. കാരണം അവർക്ക് വേറെ ഉം, വഴിയില്ല, അവർക്ക് സർവൈവ് ചെയ്യണം. അപ്പൊ നമ്മുടെ നാട്ടിലെ ഉം, കമ്മ്യൂണിസ്റ്റുകാർ, നമ്മുടെ നാട്ടിലെ മഹൂദി ചാനലുകളൊക്കെ കയറി ഇസ്രായേലിനെ ഡെയിലി തെറി പറയലും, ഇസ്രായേൽ അതാണ്, ഗാസയിൽ അത് നടന്നു 34 പേര്. ഉം, പക്ഷെ ഇവരാരും ആ ജൂലൈയിൽ നടന്ന ഇസ്രായേലിന്റെ മേലെ നടന്ന അറ്റാക്കിനെ പറ്റിയൊന്നും പറയില്ല. അവിടെ കൊല്ലപ്പെട്ട ഉം, ഉം, അവരാൾക്കാരെ പറ്റിയൊന്നും മിണ്ടില്ല. അവിടെ കൊല്ലപ്പെട്ട സ്ത്രീകളും ഉം, കുട്ടികളെ പറ്റി മിണ്ടില്ല. ഇസ്രായേൽ ഉം, എന്ത് ചെയ്തു? ഇസ്രായേലിനെ പോയി പിടിച്ച് ചോദിച്ചപ്പോൾ അവർ തിരിച്ചടിച്ചു, അത്രയും, വേറെ ഒന്നും ഉം, ചെയ്തില്ല. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ ഉം, ടു സ്റ്റേറ്റ് തിയറീസ്, ടു നേഷൻ തിയറി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പാലസ്റ്റൈൻ ഉണ്ടാവണം, ഇസ്രായേൽ ഉണ്ടാവണം. അത് ഉം, ഇസ്രായേലിന് ടു സർട്ടൺ എക്സ്റ്റെന്റ് ഇസ്രായേൽ റെഡിയാണ്. പക്ഷെ പാലസ്റ്റൈൻ അത് പറ്റില്ല. പാലസ്റ്റൈൻ തന്നെ പാലസ്റ്റൈൻ അല്ല. അപ്പൊ പാലസ്റ്റൈനൊക്കെ അടിച്ചുപോയി. അവിടെയുള്ളത് ഹമാസ് ആണ്. പണ്ടത്തെ പാലസ്റ്റീൻ അതോറിറ്റി ഒന്നും ഇപ്പോൾ അവിടെ ഒരു പവറും ഇല്ല അവർക്ക്. അവര് ഉം, ഇസ്രായേൽ ഡസ് നോട്ട് ഹാവ് എ റൈറ്റ് ടു എക്സിസ്റ്റ്. ഇസ്രായേലിൽ ഒരു ഉം, നേഷൻ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഉം, നമ്മൾ കാണുന്ന ഗാസ, ധനുഷ്, ഗാസയാവട്ടെ, ഉം, വെസ്റ്റ് ബാങ്ക് നിൽക്കാൻ നിൽക്കുന്നത്, അതിന്റെ പകുതി മുക്കാൽ ഭാഗം രണ്ട് രാഷ്ട്രങ്ങൾ കൊണ്ടുപോയി. ഒന്ന് ജോർഡൻ, ഉം, ഒന്ന് സിറിയ, പിന്നെ കുറച്ച് ഈജിപ്ത്. എന്താണ് ഈ അറബ് ദേശത്തിലെ തലവന്മാർ, ഇവൻ പാലസ്റ്റൈൻ്റെ ഈ പറഞ്ഞ ഹമാസുകാര്, ഇവരെടുത്ത് ആ സ്ഥലങ്ങൾ തിരിച്ചു തരാൻ പറയാൻ എന്താ പറയാത്തത്? ഇതാണ് ഉം, ഫ്രം ദ റിവർ ടു ദ ഓഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ജോർഡൻ റിവർ തൊട്ട് ഉം, ഓഷൻ വരെ, കടൽ വരെ ഉള്ള സ്ഥലം മുഴുവൻ പാലസ്റ്റൈൻ്റെ ആണ്. പക്ഷെ ആ സ്ഥലം കിടക്കുന്ന ഉം, മുഴുവൻ ജോർഡന്റെ കയ്യിലാണ്. ആപ്പത്ത് എവിടെയാണെങ്കിൽ സിറിയയുടെ കയ്യിലാണ്, ഈജിപ്തിന്റെ ഉം. കയ്യിലാണ്. ആ റഫ ക്രോസിംഗ് കഴിഞ്ഞ അതെ അതെ ഈജിപ്തിന്റെ കയ്യിൽ ആ സ്ഥലം പാലസ്റ്റൈൻ്റെയാണ്. എന്താണ് അത് തിരിച്ചു അതെ. കൊടുക്കാത്തത്? അതാണ് ചോദിക്കുന്നത്. പക്ഷെ ഇസ്രായേലും അവിടെ ഉണ്ടാവാൻ പാടില്ല.
നമുക്ക് അതിൽ നിന്ന് കടന്ന് ഇങ്ങോട്ട് വരട്ടെ. ഇതിലൊരു പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻ ഇസ്രയേൽ ഇത് ആദ്യമായിട്ടല്ലോ ചെയ്യണത്. ഇത് ഈ പറഞ്ഞ മാതിരി അവർ ടാർഗറ്റഡ് കില്ലിങ്സ് തന്നെ അവരൊരു സ്പെഷ്യാലിറ്റിയാണ്. ഓർമ്മയുണ്ടാവും, ഇവർ യു എസിന് കൂടെ ചേർന്നിട്ട് ഇറാനിലെ ഒരു ഫേമസ് സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ്. അയാളുടെ ഇതുമാതിരി ഒരു 6 കാറിന്റെ കോൺവോയിലാണ് ആൾ പോയിട്ടിരിക്കുന്നത്. നല്ല സെക്യൂരിറ്റി ആയിരുന്നു. കറക്റ്റ് ആയിട്ട് അയാളുടെ കാർ മാത്രം ഒരു എയർഫോഴ്സ് ജെറ്റ്, ഇസ്രേലി എയർഫോഴ്സ് ജെറ്റ് എന്ന് പറയണം, ബോംബ് ചെയ്ത് അയാൾ മാത്രം കൊന്നു. അപ്പൊ പിന്നിലുള്ള മുമ്പിലുള്ള കാറിന് ഒന്നും പറ്റിയില്ല. ആലോചിച്ചു, അത്ര സ്പെസിഫിക് ആണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ലിസ്റ്റ് ഉണ്ട്, വലിയൊരു ലിസ്റ്റ് ഉണ്ട്. 96 ഇവര് ഇസ്രായേലിൽ ഹമാസിന് ഒരു മിലിറ്ററി ലീഡർ ഉണ്ടായിരുന്നു, യായ അയാഷ്. അയാളെ ഗാസയുടെ ബെറ്റ് ലഹിയ എന്ന ഏരിയയിൽ വെച്ച് കൊന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2004 നമുക്ക് ഓർമ്മയുണ്ടാവും, ഹമാസിന് ഒരു സ്പിരിച്വൽ ലീഡർ ഉണ്ടെന്ന്, ഷെയ്ഖ് അഹമ്മദ് യസീൻ എന്നിട്ട്. അയാൾക്ക് ഇങ്ങനെ ഒരു കണ്ണൊന്നും കാണില്ല, ഒരു കണ്ണേ കാണുള്ളൂ എന്ന് പാർട്ടിയായി. അയാളെ ഗാസയിൽ വെച്ച് തട്ടി. 2004 ഇതേ യസീന്റെ ഒരു നെക്സ്റ്റ് കമാൻഡ് അങ്ങേരും അസാസിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ആൾ വന്നതാണ്. അത് ഹമാസിന്റെ ഒരു കോ ഫൗണ്ടർ ആയിരുന്നു, അബ്ദുൽ അസീസ് റന്തീസി. അങ്ങേരെ അടിച്ചു ഇസ്രായേൽ, ഹെലികോപ്റ്റർ വെച്ചിട്ട് ഗാസ സിറ്റിയിൽ വെച്ച് അടിച്ചു. പിന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ സലഹെ അറൂറി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ജാനുവരിയില് ഇസ്രായേലിന്റെ ബെയ്റൂട്ടിൽ വെച്ചിട്ട്, ലെബനനിൽ വെച്ച് ഇയാളും ഹമാസിന് വലിയൊരാളായിരുന്നു. അവിടെ വെച്ച് ബെയ്റൂട്ട് ഇവര് ഗാസയിലല്ല ഇവരാരുള്ളത്. ഗാസയിൽ ഇരിക്കുന്ന വളരെ ജൂനിയർ ലീഡേഴ്സേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒന്നിലും ബെയ്റൂട്ടില്, ലെബനനില്, അല്ലെങ്കിൽ ഇറാനില്, അല്ലെങ്കിൽ ഖത്താറാണ് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ കിടന്ന് ഗാസയിൽ കഷ്ടപ്പെടുന്നത് ഇവരുടെ ജൂനിയർ ആയിട്ടുള്ള മിലിറ്ററി ഈ പറഞ്ഞ മാതിരി സോൾജേഴ്സ് ആണ്. അവരാണ് കൊല്ലപ്പെട്ടത് പോലും. പക്ഷെ ഇവരൊക്കെ നല്ല അവിടെ ലംബോഗിനിയൊക്കെ ഓടിച്ച് ഇവരുടെ മക്കള് ഖത്താറിൽ എൻജോയ് ചെയ്യേണ്ട ലൈഫ്. അതിനു വേണ്ടി നമ്മുടെ അവിടെ കൊടപിടിച്ച് നടക്കണ കുറേ പാർട്ടികൾ. ഇത് എനിക്ക് ഇതിലൊരു കോൺസ്പിറസി ഒരു സംഭവം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റഫ, ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ വന്ന് സാർ ഓർക്കുന്നുണ്ടല്ലോ. അതായത് ഗസ പൂർണ്ണമായിട്ടും ഇസ്രായേൽ തകർത്തു. അത് കഴിഞ്ഞ് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ റഫയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇനി റഫയും കൂടെ ഇസ്രായേൽ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ, കാരണം റഫ തൊടുന്നതിന് മുമ്പ് തന്നെ റഫയിലേക്ക് എല്ലാ കണ്ണുകളും എത്തണം എന്നുള്ളതാണ് അതിന്റെ അവരുദ്ദേശിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഹമാസിന് കൃത്യമായിട്ടുള്ള ആയുധങ്ങളും വെള്ളവും വളവും എല്ലാം കിട്ടുന്നത് ഈ റഫയിലുള്ള ഈജിപ്തിലേക്ക് പോകുന്ന ഫിലാഡൽഫി കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോറുണ്ട്. ആ കോറിഡോർ പിടിച്ചെടുത്താൽ മാത്രമേ ഇസ്രായേലിന് ഹമാസിനെ ഡീന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലോക IGCC കൺട്രീസ് അടക്കം ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമ്പയിൻ ഇനീഷ്യേറ്റ് ചെയ്തതും, പിന്നെ പോരാത്തതിന് സെലിബ്രിറ്റീസിനെയൊക്കെ ബ്ലോക്ക് ഔട്ട് ക്യാമ്പയിനും നടത്തിയിരുന്നു. അതായത് ഓൾ ഐസ് ഓൺ റഫ ക്യാമ്പയിൻ എന്ന് പറയുന്ന അതിൽ പങ്കെടുക്കാത്ത സെലിബ്രിറ്റീസിനെ എല്ലാം ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും, ഞങ്ങൾ മാസ്സായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അത്തരത്തിലുള്ള ഒരു സംഭവം നടത്തിയിരുന്നു. അപ്പോൾ ആ റഫയിലുള്ള ആ കോറിഡോർ പിടിച്ചെടുക്കാതിരിക്കാൻ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ട ഒരു ആവശ്യം ഈ എന്താ പറയാ, ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന സകല രാജ്യങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് തന്നെ പല ആൾക്കാരും പറഞ്ഞിരുന്നു ഉടനെ തന്നെ ഹമാസിന്റെ തലവൻ കൊല്ലപ്പെടും, ഹമാസിന്റെ തലവനെ ബലിയാടാക്കി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നും പറയുന്നു. ഇതിനോടുള്ള പ്രതികരണം. ഇതിപ്പോ ധനുഷ് പറഞ്ഞൊരു സീക്വൻസ് നോക്കുകയാണെങ്കിൽ റഫയുടെ കോൺസ്പിറസി എന്താണ്, ഈ ഗാസയും ഈ റഫ എന്ന് പറഞ്ഞ ഏരിയയിലൊക്കെ, വെസ്റ്റ് ബാങ്ക് ഏരിയയിലൊക്കെ അവിടുത്തെ ഒരു ഗവൺമെന്റ് ഇല്ല. അവിടെയുള്ള ഗവൺമെന്റ് പാലസ്റ്റൈൻ ഗവൺമെന്റ് ആയിരുന്നു. ഇവരെ ഓടിച്ചു പുറത്താക്കി. അവിടെയുള്ളത് ഹമാസ് ആണ്. അപ്പൊ അവിടെ ഏത് ബോംബിംഗ് നടന്നാലും അതിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് വരുന്നത് എപ്പോഴും ഹമാസിന്റെ കയ്യിൽ നിന്നാണ്. അതാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ മാധ്യമം അൽ ജസീറയാണ്. അവർ നമ്മുടെ അവിടുത്തെ കുറെ ചാനലുകളുടെ എന്താ പറയുക മുത്തശ്ശനാണ് അവർ ആ കാര്യത്തിൽ. അൽ ജസീറയാണ് എന്ന റിപ്പോർട്ടൊക്കെ ഇറക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം അൽ ജസീറ ഫണ്ട് ചെയ്യുന്നത് ഖത്താറി റോയൽ ഫാമിലിയാണ്. ഇവരാണ് ടെററിസത്തിന്റെ ഒരു ഫൗണ്ടൻ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കയറിയിട്ടാണ് ഇവർ കളിക്കുന്നത് കിടന്നത്. അപ്പൊ നമുക്ക് ഓഫ്കോഴ്സ് ഇന്ത്യൻ ഗവൺമെന്റ് നല്ലൊരു റിലേഷൻസ് ഉണ്ട് ഖത്താറായിട്ട്. ബിക്കോസ് ഖത്താർ പണ്ടോട്ട് തന്നെ ഭാരതദേശത്തെ കുറിച്ച് ഫ്രണ്ട്ലി ആയത്. പിന്നെ നമ്മുടെ ഒരു 8 റിട്ടയർഡ് നാവിക സൈനികരെ അവർ പിടിച്ചപ്പോ ആ സബ്മറീൻ പ്രോജക്റ്റിൽ അവർ വിട്ടയച്ച് മോദി ഗവൺമെന്റ് ഇടപെട്ടു. പക്ഷെ ഈ ഖത്താർ എന്നുള്ള ഫണ്ടിങ്, ഇറാൻ എന്നുള്ള ഫണ്ടിങ്, പിന്നെ ഈ പറഞ്ഞ ഈ 2 രാഷ്ട്രങ്ങളാണ് ഈ ഹമാസ് ആയാലും ലെബനനിലുള്ള ഹെസ്ബുള്ളയും ഫണ്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ ഈ ഹൂത്തീസിനെടുക്കാം. നമ്മൾ യമനിലൊരു ഹൂത്തീസ് ഉണ്ട്. അവര് ഷിയ അല്ല, ഒരു സുന്നിയാണ്. എന്നാലും ഇറാന്റെ സപ്പോർട്ട് അവർക്കുണ്ട്.
അതേസമയത്ത് ഉം, ഹെസ്ബുള്ള അവർ ഷിയാസാണ് അവരൊക്കെ ഉം, ലെബനനിൽ. ഉം, നമുക്ക് ഓർമ്മയുണ്ടാവും, ഉം, ധനുഷിന് അറിയായിരിക്കും, ലെബനൻ എന്ന് പറഞ്ഞ ഒരു കാലത്ത് ക്രിസ്ത്യാനി ഒരു ഏരിയ ആയിരുന്നു അത്. ഒരു ഉം, കംപ്ലീറ്റ് ഏരിയ വാസ് അണ്ടർ ഒരു ക്രിസ്ത്യൻ ഇതായിരുന്നു, ഒരു പോപ്പുലേഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് അവിടെ ഒന്നുമില്ല അവിടെ. ഉം. അതന്നെ വലിയ വേറൊരു കഥയാണ്. പക്ഷെ ഈ അതെ, അതെ, അതെ. ഇസ്രയേലിന് തിരിച്ചടിക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി ആലോചിച്ച് വെക്കുക. അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ ഉം, ഇന്റലിജൻസ് എത്ര നല്ല ഇന്റലിജൻസ്, സൂപ്പർ ടെക്നിക്കൽ ഇന്റലിജൻസ്, പിന്നെ ഹ്യൂമൻ ഉം, ഇന്റലിജൻസ്. ഇത് ഗ്രൗണ്ടിൽ ഒരാളില്ലാണ്ട് ഇത് പറ്റില്ല. അതിൻ്റെ അകത്ത് ഇറാന്റെ ഉം, ഉള്ളിൽ തന്നെ ഇറാനിയൻസ് ഉം, തന്നെ ഇസ്രയേലിന് കറക്റ്റ് ആയിട്ട് ഇവരുടെ കോർഡിനേറ്റ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ എങ്ങേര് ഇദ്ദേഹം എവിടെയാണ് നിൽക്കണത്, എവിടെയാണ് താമസിക്കണത്, ഇതാണ് അതിന്റെ ലാറ്റിറ്റ്യൂഡ്, ഇതാണ് അതിന്റെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കൊടുത്ത് അല്ല, ഇസ്രയേലിക്ക് അതിനാണല്ലോ അനുവദിച്ചു. അവരുടെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ്, അല്ലേ? മൊസാഡാണ് ഇത് വെച്ചാൽ, പക്ഷെ മൊസാഡിന്റെ ഇസ്രയേലിക്കാർ മൊസാഡിന് ഉണ്ടാകാൻ പറ്റില്ല, അവൻ ഇറാനിലേക്ക് വരാൻ ഉം, പറ്റില്ല. എന്നിട്ട് അവർ കണ്ടിട്ടുണ്ട്, ഉം, നമ്മള് ഇവര് കുറെ രാഷ്ട്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ ഓരോരോ രാഷ്ട്രത്തിൽ പോയിട്ട് അവിടെ താമസിച്ച് അവരുടെ അവിടെ ഉം, നിന്ന് അവിടെ ഉള്ള ഈ ഹമാസ് ആയാലും പണ്ടത്തെ PLOക്കാരായാലും അവരെ തട്ടാനൊക്കെ ചെയ്തു. ഇവൻ നമുക്കറിയാം യാസിർ അറഫാത്ത് അങ്ങനെ മരിച്ചതല്ല, അങ്ങനെ ഉം, ഉം, പതുക്കനെ പതുക്കനെ സൈനൈഡ് കൊടുത്ത് കൊന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ യാസിർ അറഫാത്തിന്റെ ബോഡിയെ അവർ ഇന്റേൺ ഉം, ചെയ്തപ്പോൾ അതിനൊരു റേഡിയോ ആക്റ്റീവ് കവർ കൊടുത്തിരുന്നു. ഉം, ബിക്കോസ് ഇങ്ങനെ ബോഡിയിൽ എത്ര പ്ലൂട്ടോണിയം പോയിട്ടെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഉം, യാസിർ അറഫാത്ത് പിന്നെ നമുക്കറിയാം, പണ്ട് ഒരു ഇവരൊക്കെ നോബൽ പ്രൈസ് ജയിച്ചവരാണ് ഇവരൊക്കെ. ഇസ്രയേലും ഉം, ഈജിപ്തും അൻവർ സദാത്തും ഈ പറഞ്ഞ മാതിരി ഐ തിങ്ക് ബെഗിൻ ആയിരുന്നു തോന്നുന്നു, അതോ ഇസാക് റബീൻ ആയിരുന്നു. ഇവരെല്ലാം മൂന്ന് പേരും ഉം, കൂടിയിട്ടാണ് യാസിർ അറഫാത്ത് കൂടി നോബൽ പീസ് പ്രൈസ് വാങ്ങിച്ചെടുത്തത്. ഉം, പക്ഷെ ഉം, അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ പ്രൈസിന്റെ വാല്യൂ ഒക്കെ പോയി അടിപിടി പിന്നെയും തുടങ്ങി. അപ്പൊ ഉം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും നമ്മുടെ നാട്ടിലും പറയും കുറെ പേര്, നമുക്ക് ഈ ഇസ്രായേലിന്റെ മാതിരി പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റ് തിരിച്ചടിച്ചുകൂടെ. അപ്പൊ ഉം, നല്ലൊരു ഉം, പ്രശ്നം നമ്മൾ ചെയ്തിട്ടുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ ചെയ്തത് രണ്ട് സൈഡ് ചെയ്തിരുന്നു. ഒന്ന് മണിപ്പൂർ സൈഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉം, അന്നൊരു ആഘോഷം നടന്നപ്പോൾ ഇവരെല്ലാം ഓടി ഉം. മയന്മാറിൽ പോയി ഒളിച്ചു. ആ ടെററിസ്റ്റ് അല്ല, അതെ. നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഉം, 32 പേരെ കണ്ട് വധിച്ചിരുന്നു എന്നാണ്. ഉം, ഉം, ആ ഒരു അറ്റാക്കിന്റെ നമ്മുടെ പാകിസ്ഥാൻ സൈഡിൽ നടക്കുന്ന സർജിക്കൽ സ്ട്രൈക്കിന് മുമ്പാണ് നടന്ന മറ്റേ സ്ട്രൈക്ക്. അത് ഉം, നമ്മൾ ഉറി എന്നുള്ള സിനിമയിലൊക്കെ നമുക്ക് കാണാം. അപ്പൊ അത് നടന്ന ഉം, ആ സൈഡിൽ നടന്ന ഒരു ആ അറ്റാക്കില് നമ്മൾ കുറെ പാഠങ്ങൾ ഉം, പഠിച്ചു. നമ്മൾ അവരുടെ ക്യാമ്പിൽ പോയിട്ട് അവരെ അടിക്കും. അതാണ് എന്റെ ഉം, ഘർമേ ഗുസ്കെ മാറെങ്കിൽ എന്ന് മോദി പറയാറുണ്ട്. ഉം, മോദിജി ഉം, പറയാം, ഉം, അതാണ് ഘർമേ ഉം, ഗുസ്കെ മാറി. അത് കഴിഞ്ഞ് പാകിസ്ഥാനിൽ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ഉം, ബാലക്കോട്ടിൽ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഉം, നമുക്കറിയാം നമ്മുടെ അജ്ഞാതർ കുറെ പേരുണ്ട്, അൺനോൺ മെൻ. ഉം, അവര് പോയി ഉം, ഇവരൊക്കെ ഓരോ ആഴ്ചക്ക് തട്ടും. ചിലപ്പോൾ പള്ളിയുടെ ഉള്ളിൽ പോയിട്ടാണ് ഉം, തട്ടിയിട്ടുണ്ട് ഇവരെ. അപ്പൊ ഉം, നമ്മളും ഇതേമാതിരി പാകിസ്ഥാനിൽ ഇരുന്നിട്ട് നമ്മുടെ അവിടെ നടത്തുന്ന ജമ്മു കാശ്മീരിൽ നടത്തുന്ന ടെറർ ഇൻസിഡൻസ്, ടെറർ നമ്മുടെ സൈനികരെ വധിക്കുന്ന ആൾക്കാരെ നമ്മൾ അവിടെ പോയി ഉം, തട്ടണം. അതിലൊരു ഉം, തെറ്റുമില്ല. ഇപ്പൊ എന്താ US വല്ലതും പറയുന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വല്ലതും പറഞ്ഞു ഇപ്പൊ ഇയാളെ ഇങ്ങനെ തെഹ്റാനിൽ വെച്ച് കൊന്നു. ഇപ്പൊ യുണൈറ്റഡ് ഉം, സ്റ്റേറ്റ്സ് മിണ്ടുന്നില്ല, US മിണ്ടുന്നില്ല. US പറഞ്ഞ ഞങ്ങൾ ടെൻഷൻ കുറയ്ക്കാൻ നോക്കാം, ടെൻഷൻ എത്ര പാടില്ല, നമുക്കിനി ഇവിടെ ഉം, തന്നെ ഉം, വെച്ച് ഉം, കൂൾ ഡൗൺ ചെയ്യാം. ഇതാണ് അവരുടെ ലാംഗ്വേജ് കണ്ട. ഉം, ഹിന്ദിയിൽ ഒരു സെയിങ് ഉണ്ട്, ജിസ്കി ലാട്ടി ഉസ്കി പൈസ. ആരുടെ കയ്യിൽ ഒരു നല്ല വടി ഉണ്ടോ അവന്റെയാണ് എരുമ എന്നുള്ള കണ്ടീഷൻ. അതാണ് ഇത്. ഉം, ഉം, ലോകത്ത് നമുക്ക് പവർഫുൾ ആയിരിക്കുമ്പോൾ നമ്മളെ റെസ്പെക്ട് ഉം, ചെയ്യുള്ളൂ. നമ്മളൊരു വീക്ക് നേഷൻ ആകുമ്പോൾ നമ്മളെ കേറി തള്ളും അവര്. ഉം, അതാണ് ഉം, നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇസ്രായേലിനൊക്കെ ഒന്ന് പഠിക്കാൻ കുറെ ലെസൺസ് ഭാരതത്തിനുണ്ട്. അതിൽ ഒന്ന് ഇതാണ്, ഞങ്ങളുടെ ഉം, ആൾക്കാർ, ഞങ്ങളുടെ സിറ്റിസൻസിനെ വന്ന് നിങ്ങൾ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ, അത് ഞങ്ങളുടെ സെക്യൂരിറ്റി ഉം, ഫോഴ്സിനെ കൊന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ എത്ര വലിയ ആളായാലും അവിടെ തട്ടും. അത് സംശയം ഉം, വേണം. ഉം, എല്ലാവർക്കും ഉം, ആൾക്കറിയാം ഇസ്രായേലിന്റെ പോളിസിയാണ് വോട്ട് പോളിസി. ഇന്നല്ല ഞാൻ പറഞ്ഞ ഉം. മാതിരി അവരൊരു നേഷനായിട്ട് ഇപ്പൊ അറിയാം. 6 ഡേ വാറിലും നടന്ന വാറിലും 60-ല് അതെ, അതെ. അവരൊരു എല്ലാ സൈഡിൽ നിന്ന്, നമ്മുടെ ഭാരതദേശത്തിന് ഒരു സൈഡ് ചൈനയും ഒരു സൈഡ് പാകിസ്ഥാനും. പക്ഷെ ആലോചിച്ചൊക്കെ ഇസ്രായേലിലെ എല്ലാ സൈഡിൽ നിന്നും ഉള്ളത് അവരുടെ ശത്രുക്കളാണ്. ഉം, എന്നിട്ടും ആ ഉം, ഉം, ശത്രുക്കളെ വെച്ച് ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. എത്ര ചെറിയ രാഷ്ട്രം, മഴയില്ലാത്ത സ്ഥലം, പക്ഷെ ഏറ്റവും കൂടുതൽ ഉം, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന രാഷ്ട്രം ഇസ്രായേലാണ്. ഉം, ഉം, അപ്പൊ അത് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ ഒരു കപ്പാസിറ്റി തിരിച്ചടിക്കാണ്. ഇപ്പൊ ഈ തെഹ്റാന്റെ ഇതിൽ വെച്ച് നിൽക്കാൻ പോകുന്നില്ല അത്. ഇനി ഉം, വേറൊരാൾ വരും ഇയാളെ റീപ്ലേസ് ചെയ്യാൻ, ഇസ്രായേൽ അയാളും തട്ടും. ഉം, പിന്നെ ഉം, അയാളെ തട്ടി വേറൊരാൾ വരും, അയാളും തട്ടും. അപ്പൊ ഇവര് ഇസ്രായേലിന്റെ ഒരു പോളിസി ഗാസയിലും റഫേലൊക്കെ ഉള്ളത് എന്താണെന്ന്, ഹമാസ് എന്ന ഓർഗനൈസേഷനെ കംപ്ലീറ്റ്ലി ഡീഗ്രേഡ് ചെയ്യുക. ഡീഗ്രേഡ് എന്ന് പറഞ്ഞാൽ അവരെ ഉം, ഒന്നുമില്ലാണ്ടാക്കുക. അതാണ്. ഉം, അപ്പൊ ഹമാസ് സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യും. ഇന്നൊരു ഹോസ്പിറ്റലിന് മേലെ റെയ്ഡ് ഉണ്ടായി, 34 കുട്ടികൾ മരിച്ചു എന്നുണ്ട്. അന്ന് ഉം, ഗോളാൻ ഹൈറ്റ്സിൽ കഴിഞ്ഞ ആഴ്ച ഈ ലെബനനിൽ അടിച്ചൊരു ബോംബിൽ, ഒരു മിസൈൽ സ്ട്രൈക്കിൽ കുറെ കുട്ടികൾ കൊല്ലപ്പെട്ടു. ഗോളാൻ ഉം, ഹൈറ്റ്സ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരെടുക്കും? അതെന്താ ഉം, ഉം, ലെബനൻ എടുക്കാത്തത്? അതെന്താണ് ഹമാസ് റെസ്പോൺസിബിലിറ്റി? അത് അപ്പൊ അവിടെ നിന്ന് കുഴപ്പമില്ലല്ലോ, ആ കുട്ടികൾ മരിച്ചതിന് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇസ്രായേൽ
അപ്പൊ തന്നെ തിരിച്ചടിച്ചു. ഹമാസിന്റെ ഒരു സീനിയർ ലീഡർ ലെബനനിലുള്ള ആളെ തിരിച്ചു, ഈ മിസൈൽ വന്ന സ്ഥലത്ത് തന്നെ അയാളെ കൊന്നു. അപ്പൊ ഇസ്രായേലിന്റെ പോളിസിയാണ് ഞാൻ പറയണെങ്കിൽ ഏറ്റവും പ്രൊആക്റ്റീവ് ആയിട്ടുള്ള പോളിസി. അത് നമ്മൾ ഈവൻ അമേരിക്കയിൽ കണ്ടു. ഒസാമ ബിൻ ലാദനെ തെരഞ്ഞെടുത്ത് പോയി പാകിസ്ഥാനിൽ പോയി അട്ടോബാബാദിൽ പോയി കൊന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അന്ന് ആരും ചോദിച്ചില്ല, US പറഞ്ഞില്ല അയ്യോ ഇത് വേറൊരു രാഷ്ട്രത്തിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടും. അതേ സമയത്ത് നമ്മൾ ചെയ്ത ഒരു പറയും അയ്യോ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, വെറുതെ ടെൻഷൻ കൂടി പോകും പാകിസ്ഥാന്റെ കൂടെ, നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളും ചെയ്യണം, നമ്മളും തിരിച്ചടിക്കണം. ഓരോ അടി, ഒരു കല്ല്, പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞാൽ മറ്റേ സൈഡ് കാണിച്ചോളൂ, അത് നമ്മൾ ചെയ്യില്ല. അപ്പുറത്തെ നോൺ വയലൻസും അഹിംസയും നമുക്ക് വേണ്ട. നമ്മളെ ഒരുത്തൻ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ നമ്മൾ 4 കല്ല് തിരിച്ചറിയും, അതാ വേണ്ടത്. ആ പോളിസി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൽ, ഭാരതദേശം എന്നുള്ള രാഷ്ട്രത്തിൽ ഒരു സേഫ് നമ്മുടെ ആൾക്കാർക്ക്. അതാണ് 2014 കഴിഞ്ഞിട്ട് ധനുഷ് എത്ര ബോംബ് ബ്ലാസ്റ്റ് നടന്നു. ഇപ്പൊ നമുക്ക് കശ്മീർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ജമ്മു കാശ്മീർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മേജർ സിറ്റിയിൽ എന്തെങ്കിലും ഒരു ബോംബിങ് നടന്നു ഇല്ലല്ലോ. 2014 തൊട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് 2004 തൊട്ട് 2014 എത്ര ബോംബ് ബ്ലാസ്റ്റാണ് നടന്നത്. ജർമ്മൻ ബേക്കറി, അവിടെ മെക്ക മസ്ജിദ് ഹൈദരാബാദ്, ഗോകുൽ ചാട്ട് ഹൈദരാബാദ്, പൂനെയിലെ ബ്ലാസ്റ്റ്, മാലേഗാം, ഇഷ്ടം പോലെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഇന്റലിജൻസ് സെറ്റപ്പ് അജിത് ദോവലിനെ സമ്മതിച്ചേ പറ്റൂ. നമ്മൾ അറിയില്ല. എപ്പോഴും പറയും ടെററിസ്റ്റ് ഹാസ് ടു ബി ലക്കി ഓൺലി വൺസ്. ഒരു ടെററിസ്റ്റിന് ഒരു പബ്ലിസിറ്റി കിട്ടുന്ന ഒരിക്കൽ മാത്രം ലക്കി ആയാൽ മതി. ഒരു ബോംബ് ബ്ലാസ്റ്റ് 100 പേര് പോയി. പക്ഷെ സെക്യൂരിറ്റി ഫോഴ്സസ് 99% അല്ല 100% സക്സസ്ഫുൾ ആയിരിക്കും. ഓരോ പ്രാവശ്യം നിർത്താണ്. ഈ ഓരോ ഓപ്പറേഷൻ നമ്മൾ അറിയില്ല, പുറത്ത് പറയില്ല അവര്. ഞങ്ങളിങ്ങനെ ടെറർ അറ്റാക്ക് ഉണ്ടാവുമ്പോൾ ഞങ്ങൾ നിർത്തി, ഞങ്ങൾ അതിനെ ആൾക്കാരെ തട്ടി. നമ്മൾ കാണാറുണ്ട് നാട്ടിൽ വന്നിട്ട് PFIക്കാരെ പൊക്കിക്കൊണ്ടുപോകുന്നത്. അതേമാതിരി കോയമ്പത്തൂര് പോയി ആരെ പൊക്കിക്കൊണ്ടുപോയി. ഇങ്ങനെ കുറെ ഈ NIA ഏജൻസീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ. നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ മാതിരി ഒരു സേഫ് ഇത് തരുന്നത് നമ്മുടെ ഈ നാഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതിൽ നമ്മൾ ശരിക്കും താങ്ക് യു പറഞ്ഞാവും. എന്തായാലും ഹമാസിന്റെ ഫ്യൂസ് ഊരിയ ഇസ്രായേലിന് ഒരു അഭിനന്ദനം കൊടുക്കാതിരിക്കാൻ യാതൊരു വിധ നിവൃത്തിയില്ല. ഇതുപോലുള്ള നല്ല നല്ല വാർത്തകൾ എല്ലാ ദിവസവും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് സാർ നമ്മൾ നിർത്താം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.